നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വിളക്ക്, താലം, കർപ്പൂരത്തട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെയോ സോപ്പിൻ്റെയോ അല്ലെങ്കിൽ തക്കാളി, പുളി, ബേക്കിംഗ് സോഡ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അപ്പം എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അഴുക്കോ എണ്ണക്കറയൊക്കെ പിടിച്ചിരിക്കുന്ന ഈ നിലവിളക്ക് ഇത്ര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനൊരാളേ ഉള്ളൂ, ഭസ്മം. നമ്മുടെ വീട്ടിൽ സാധാരണയായി കിട്ടുന്ന കുറച്ച് ഭസ്മം മാത്രം ഉപയോഗിച്ചിട്ട് ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്ന എനിക്കറിയാം, കാരണം പണ്ട് മുതലേ ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരണേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം വിളക്കിലുള്ള എണ്ണയെല്ലാം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ച് കളയണം. ഇനി നമുക്കിതിലേക്ക് ഭസ്മം ഇട്ട് കൊടുക്കാം. ഭസ്മം ഒരുപാട് ഭസ്മമൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പം നമുക്ക് കുറച്ച് ഭസ്മം എടുത്തിട്ട് വിളക്കിലെ എല്ലാ സ്ഥലത്തും ഒന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. കൈ വെച്ച് ചെയ്യുമ്പോൾ കറയല്ല, കരി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സോപ്പിട്ട് കഴുകിയാൽ അപ്പം തന്നെ പോയിക്കോളും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് മടക്കി അത് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഒരുപാട് ശക്തി എടുത്ത് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം. പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് വരുന്നുണ്ട്. വിളക്കൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എണ്ണയും കരിയും അഴുക്കൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ കഴുകി കൊടുക്കുകയാണെങ്കിൽ, ഭസ്മം വെച്ചിട്ട് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഒന്ന് തുടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിക്ക് വിളക്ക് ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ തന്നെ വിളക്കിലെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോവും. അഴുക്ക്, എണ്ണക്കറ ഇതൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും. എന്നെപ്പോലെ എത്രയാൾക്ക് ഭസ്മത്തിൻ്റെ മണം ഇഷ്ടമുണ്ടാവും എനിക്കറിയില്ല. എനിക്ക് ഈ ഭസ്മത്തിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെയാണ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഭസ്മം ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഭസ്മം ഉപയോഗിച്ചിട്ട് വിളക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട് മൊത്തം ഭസ്മത്തിൻ്റെ മണമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആസ്വദിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ മെത്തേഡിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പണ്ടെല്ലാം എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഗണപതി ഹോമം അങ്ങനെ പൂജകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് വിളക്കിൻ്റെ ആവശ്യം വരലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള വിളക്കും മാമൻ്റെ വീട്ടിലുള്ള വിളക്കും എല്ലാ വിളക്കും എടുക്കലുണ്ട്. അപ്പോൾ ചിലപ്പം കൊണ്ടുവരുന്ന വിളക്കൊന്നും കഴുകിയിട്ടുണ്ടാവില്ല. പക്ഷേങ്കിൽ ആ കഴുകാത്ത വിളക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഭസ്മം വെച്ചിട്ടാണല്ലോ കഴുകുന്നത്. പെട്ടെന്ന് കഴിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കഴുകുക എന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിലൊക്കെ അടി ചെയ്യുന്നു, കാരണം വേഗം കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്മെല്ല്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അന്നും ഇന്നും ഇതെനിക്ക് ഭയങ്കര ഒരു ഈസി മെത്തേഡാണ്. അപ്പം ഭസ്മം ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ച് കഴിഞ്ഞാൽ ആ വിളക്കിലുള്ള ഭസ്മം മൊത്തം നമ്മൾ ആ തുണി വെച്ചിട്ട് തന്നെ മെല്ലെ ഒന്ന് തുടച്ചെടുക്കാം. നമുക്ക് ആ ഭസ്മം തന്നെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ള ബാക്കി സാധനങ്ങളും കൂടെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് വേറെ ഭസ്മത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഭസ്മമൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. നമ്മൾ നേരത്തെ വിളക്ക് കത്തിച്ച എണ്ണയില്ലേ, അത് തന്നെ മതി. ആ എണ്ണ ഒന്ന് തുണിയിലാക്കിയിട്ട് ആ തുണി വെച്ചിട്ട് വിളക്ക് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് വേറെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അത്രേ പണിയുള്ളൂ, നമ്മുടെ വിളക്ക് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് കർപ്പൂരത്തട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിളക്ക് തുടയ്ക്കാൻ ഉപയോഗിച്ച ഭസ്മല്ലേ, അതിൻ്റെ ബാക്കി ഭസ്മം ഉപയോഗിച്ചിട്ടാണ് കർപ്പൂരത്തട്ട് തുടച്ചു കൊടുക്കുന്നത്. ഇതും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭസ്മം ഇട്ട് കൊടുത്തിട്ട് തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ കർപ്പൂരത്തട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന കറുപ്പില്ലേ, അത് പോവില്ല. അത് അങ്ങനെ തന്നെ പിടിച്ചു പോയതാ, അത് എങ്ങനെ കഴുകിയാലും പോവില്ല. എൻ്റെ വീട്ടിൽ ഡെയിലി വൈകുന്നേരം വിളക്ക് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കർപ്പൂരം കൂടെ കത്തിക്കും. അപ്പോൾ ഡെയിലി ഇങ്ങനെ കർപ്പൂരം കത്തിക്കുന്നതുകൊണ്ട് തന്നെ കർപ്പൂരത്തട്ടൊക്കെ 1-2 ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ കരി പിടിക്കും. അപ്പോൾ നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ കഴുകണമെങ്കിൽ കുറച്ച് പണിയുണ്ടെന്ന് തോന്നൂലേ. പക്ഷേ ഈ ഭസ്മം കൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ പൂജാമുറിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് അവിടെ തന്നെ വെക്കാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് നമ്മളെടുത്ത് പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം അങ്ങനെ ഒന്നും വരലില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ തുടച്ച് ഭസ്മമൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിലും അതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താലവും കൂടെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം വൃത്തിയായിന്ന്. ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പം എങ്ങനെയാണെന്നും കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ടില്ല, സോപ്പ് ഉപയോഗിച്ചിട്ടില്ല, സാധാരണ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഭസ്മല്ലേ, അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വിളക്കും താലവും ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തത്. നമുക്ക് പെട്ടെന്നൊക്കെ വിളക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് തോന്നിയാൽ ഈ ടിപ്പ് ഉപകാരപ്പെടുന്ന
എനിക്ക് തോന്നുന്നത്. ഡെയിലി വിളക്കൊക്കെ കത്തിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി വെച്ചാൽ വിളക്ക് എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും, കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം ടിപ്സ് ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോയിൽ കാണാം.